അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ഈവനിങ് വ്ളോഗാണ് കേട്ടോ അത്. ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം ചായ മുതൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് വെച്ചു. വൈകുന്നേരം ചായ ഉണ്ടാക്കി. ചായക്ക് ചെറിയൊരു സ്നാക്സാണുള്ളൂ കേട്ടോ. അത് പിന്നെ പൊടിയായിരുന്നു. ഒരു തരം നുറുക്കല്ലേ, അതാണ് ചായക്ക് എടുത്തത്. പിന്നെ മോള് വന്നിട്ടില്ല. അവൾ വന്നാൽ തന്നെ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ല. അതുകൊണ്ട് പിന്നെ അവളെ അവളെത്തിട്ടോ. അവളെത്തി. ഞാൻ തുണികളൊക്കെ എടുത്തു. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്നിട്ട് കഴുകി വെച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ മുറ്റടിക്കലും പതിവ് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൾ വന്ന് മേലൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുള്ളൂ. അവൾ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് ചില ദിവസം എന്തെങ്കിലും സ്നാക്സ് എടുത്ത് കഴിക്കും. അല്ലച്ച പിന്നെ വൈകുന്നേരം മാത്രമേ കേട്ടോ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുകയോ ചെയ്യുക. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയത് ഇങ്ങനെ ഈ കൊട്ടയിലേക്ക് അങ്ങോട്ട് വെക്കുകയോ ചെയ്യുക. വലിയ പാത്രങ്ങളൊക്കെ ഞാൻ അതിലിടും. ബാക്കിയുള്ള ഗ്ലാസും ഇതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ വെക്കും. ഈ ആലുവ അടുപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ വിറക് കത്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ അടുപ്പിൻ്റെ ഉപയോഗമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കുകയാണ്. ഗ്യാസാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇത് കത്തിക്കാത്തത്. അപ്പോൾ അതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങോട്ട് മാറ്റിയതിൻ്റെ ശേഷം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഉള്ളത് നല്ല സൗകര്യമാണ്. എല്ലാം വലിയതൊക്കെ ഇതിലിട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ അതിലേക്ക് മാറ്റി. പിന്നെ മുറ്റടിയും കാര്യങ്ങളും ഒക്കെയായി. മുറ്റം ഈ കാറ്റ് കാരണം ഇപ്പോൾ ഭയങ്കര കാറ്റാണല്ലോ. അപ്പോൾ കാറ്റ് കാരണം ഭയങ്കരമായിട്ട് പ്ലാവിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും. അപ്പോൾ ഇത് കിണറിൻ്റെ ഭാഗമാണ്. അവിടെ ഇങ്ങനെ നിറയെ ഇല വീണിട്ട് അതിങ്ങനെ അടിച്ചാലും കിട്ടില്ല. ഇങ്ങനെ കുറ്റിയായിട്ട് നിറയെ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇല ഒന്നും അടിച്ചാൽ കിട്ടില്ല. പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു ഒക്കെ അവിടെ വൃത്തിയാക്കി. ഗ്യാസൊക്കെ ഞങ്ങളിങ്ങനെ ഈ ഭാഗത്താണ് കേട്ടോ വയ്ക്കുക. ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ പുറത്തിങ്ങനെ ഗ്രില്ലിട്ടിട്ട് ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ അവിടെ വയ്ക്കും. പിന്നെ മോളുടെ ഒരു പഴയ സൈക്കിളാണ്. ഇപ്പം അത് ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പം ഞാൻ അടിച്ചതൊക്കെ എടുത്ത് കൂട്ടിയിട്ടിട്ട് ചവറ് കത്തിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നനയ്ക്കണ പൈപ്പൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ നീക്കിയിട്ടിട്ട് ഞാനത് അപ്പം തന്നെ കത്തിച്ച് കളഞ്ഞു. ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ കൂടിക്കിടന്നത് ആകെ കാറ്റത്ത് വീണ്ടും പാറില്ല. അപ്പോൾ ഞാനത് കയ്യോടെ തന്നെ അതവിടെ കത്തിച്ച് കളഞ്ഞു. അപ്പോഴേക്കും നേരം സന്ധ്യയായി തുടങ്ങി കേട്ടോ. ഈ ഭാഗമൊക്കെയാണ് ഞങ്ങൾ നനയ്ക്കുക കേട്ടോ. രാവിലെ ഒരു സൈഡ് നനയ്ക്കും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വേറൊരു സൈഡ്. അങ്ങനെ ഈ വേനൽക്കാലത്ത് ഇത് നനച്ച് കൊടുക്കാറുണ്ട്. ഇതതിൻ്റെ കുറച്ചും കൂടി മാറ്റിയിട്ടിട്ടാണ് തീ കത്തിച്ച് കളയണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് ഉപയോഗിക്കാറില്ല എന്ന്. വിറക് ഇവിടെ തെങ്ങിൻ്റെ പട്ടൊക്കെ ഇഷ്ടംപോലെ വീണ് കിടക്കും. അതൊക്കെ ഞാനങ്ങനെ വെട്ടിയിട്ട് അവിടെ വെക്കുകയുള്ളൂ. ആരെങ്കിലും ആവശ്യക്കാർ വരുമ്പോൾ അവരോട് എടുത്തു കൊണ്ടുപോയിക്കോളാൻ പറയും. അതിൻ്റെ തലപ്പ് ഭാഗമൊക്കെ ഞാൻ വെട്ടിയിട്ട് തെങ്ങിൻ്റെ കടക്കിലേക്ക് ഇടും കേട്ടോ. ബാക്കി തണ്ടൊക്കെ അവിടെ വെട്ടി മാറ്റി വയ്ക്കും. ആരെങ്കിലും വേണമെങ്കിൽ ഒന്നെടുത്ത് കൊണ്ടുപോയിക്കോളാൻ പറയും. ഞാൻ അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് അങ്ങനെ വിറകിനൊന്നും ബുദ്ധിമുട്ടില്ല, തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തു. 2 പട്ട ഉണ്ടായിരുന്നു. അത് ഞാനത് കയ്യോടെ തന്നെ അങ്ങോട്ട് വെട്ടിയിട്ടു. പിന്നെ അങ്ങനെ കൂടിക്കിടന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറാണ്. ഞാൻ പണിക്കൊന്നും ആരെയും വിളിക്കാറൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോന്ന് വീഴുമ്പോൾ അതങ്ങനെ വെട്ടി ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതും അവിടെ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് അതിൻ്റെ തലപ്പൊക്കെ വെട്ടി തെങ്ങിൻ്റെ ചോട്ടിലേക്കൊക്കെ ഇട്ടു. ഗ്യാസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഗ്യാസൊക്കെ എൻ്റെ കുറ്റി ഇവിടെ വയ്ക്കുന്നതെന്ന്. അപ്പോൾ 2 സിലിണ്ടറും. അത് കഴിഞ്ഞ് ഞാൻ ചെടിക്ക് ഒഴിക്കാനുള്ള വളം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇത് ചെടി വാങ്ങുന്ന ആൾ പറഞ്ഞതാണ്. നമ്മളെ അടുക്കളയിൽ അരിയുന്ന എല്ലാ പച്ചക്കറി വേസ്റ്റും ഇട്ടിട്ട് 2 ദിവസം അടച്ച് വയ്ക്കുക വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇതൊന്നും നൊരഞ്ഞ് വരില്ല. ആ നൊര എടുത്തിട്ട് നമ്മൾ ആ വെള്ളം ചെടിയുടെ കടക്കിൽ ഒഴിച്ച് ഏത് പൂക്കാത്ത ചെടിയും പൂക്കും എന്നാണ് അയാൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ടുള്ള ചെടികളൊന്നുമില്ല. 2-3 റോസ് കൊമ്പ്, അത് അങ്ങനെ ചെറിയ ചില്ലറ ചെടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇത് ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും
വലിയ ചിലവൊന്നും വേണ്ടല്ലോ, ചെടിക്കായിട്ട് വളമൊന്നും വാങ്ങിക്കും വേണ്ട. ഞാൻ ഇത് ഒന്ന് ഒഴിച്ച് നോക്കിയിട്ടുണ്ട്, ഇനി റിസൾട്ട് എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ ചെടിയിലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇത് ഇതേപോലെ തന്നെ ഞാൻ ഫില്ല് ചെയ്ത് വെക്കുകയും ചെയ്തു കേട്ടോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ. അതിന് ശേഷം ഞാൻ പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി. വലിയ വൃത്തികേടൊന്നുമില്ല, പകലൊന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നാലും അതൊരു ചടങ്ങാണല്ലോ, അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വിളക്ക് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് അടിച്ചു വാരിയതാണ്. മോളപ്പോൾ ഈ സമയത്ത് അവളുടെ മേല് കഴുകലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കും കേട്ടോ. കുറച്ച് നേരം വന്നുകൊണ്ട് പഠിക്കും, പിന്നെ കുറച്ച് നേരം ഒന്ന് ഫോൺ നോക്കും. പിന്നെ ഞാൻ മേലൊക്കെ കഴുകി വിളക്ക് വെച്ചാൽ പിന്നെ അവൾ കുറച്ച് നേരം പഠിക്കാതെ ഇരിക്കും. അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ചു, മേലൊക്കെ കഴുകി വന്ന് വിളക്കൊക്കെ വെച്ചു. അപ്പോൾ പിന്നെ മോളുടെ പഠിപ്പ് നിർത്തി. വിളക്ക് വെക്കണ സന്ധ്യാനേരത്ത് പഠിക്കരുത് എന്നല്ലേ പറയുക. അപ്പോൾ പഠിക്കല്ല, ഒരു കാര്യം ചെയ്യാൻ പാടില്ല കുറച്ച് നേരം എന്ന് പറയുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല. കുറച്ച് നേരം വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉമ്മർത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യാം. പുറത്ത് വലിയ ഇരുട്ടായിട്ടില്ലെങ്കിലും 6 മണി ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ വിളക്ക് വയ്ക്കുമ്പോൾ. അപ്പോൾ വിളക്ക് പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ ഉമ്മർത്തിരുന്ന് കുറച്ച് നേരം വർത്തമാനം പറയുക ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അവൾ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനിരിക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ കിടക്കണതിൻ്റെ മുന്നേ ഒന്നും കൂടി നമുക്ക് ഫോൺ നോക്കിയിട്ടാണ് പിന്നെ അവൾ കിടക്കാൻ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് രാത്രിയിലെ വിശേഷം. ഏട്ടനും വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈവനിങ് വ്ളോഗിലെ വിശേഷങ്ങൾ കേട്ടോ.